ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് നമ്മുടെ സിലബസ് പറഞ്ഞിട്ടുള്ള കായിക രംഗം എന്ന ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: കേരള കായികത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? കായിക കേരളത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാ? കേണൽ GV രാജയാണ്. ഓപ്ഷൻ ബി ആണ്. കേണൽ GV രാജയാണ് കായിക കേരളത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിൽ കായിക ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏതാണ്? കേരളത്തിൽ കായിക ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം എന്ന ഓപ്ഷൻ എ ആണ്. ഒക്ടോബർ 13 അല്ലെ, ഒക്ടോബർ 13 കേരളത്തിൽ കായിക ദിനമായിട്ട് ആചരിക്കുന്നത്. ആരുടെ ജന്മദിനമാണ് കേരള കായിക ദിനമായിട്ട് ആചരിക്കുന്നത്? ആരുടെ ജന്മദിനമാണ് കായിക കേരളമായിട്ട് ആചരിക്കുന്നതെന്ന് ചോദിച്ചാൽ GV രാജയുടെ ജന്മദിനമാണ് എന്തായിട്ട് ആചരിക്കുന്നത്? GV രാജ അല്ലെങ്കിൽ ഗോദവർമ്മ രാജയുടെ ജന്മദിനമാണ് കേരളത്തിൽ ഒക്ടോബർ 13 കേരള കായിക ദിനമായിട്ട് ആചരിക്കുന്നത്. നമുക്കറിയാം കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് സ്കൂൾ ആരുടെ പേരില? GV രാജ സ്പോർട്സ് സ്കൂൾ അല്ലെ, തിരുവനന്തപുരം ജില്ലയിലെ GV രാജയുടെ പേരിലുള്ള അതാണ് ഇത് കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് സ്കൂള്. അതുപോലെ കേരള സ്പോർട്സ് കൗൺസിലിന്റെ ആദ്യത്തെ പ്രസിഡന്റ് കൂടിയായിരുന്നു ആര്? GV രാജ. കേരള സ്പോർട്സ് കൗൺസിലിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ചോദിച്ചാൽ ആരാ? അതും നമ്മുടെ GV രാജയാണ്. എന്നാ കേരള സ്പോർട്സ് കൗൺസിൽ നിലവിൽ വന്നത്? അത് 1954 1954 കേരളത്തിൽ ഏത് വരുന്നത്? കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ നിലവിൽ വരുന്നത്. അതിന്റെ പ്രഥമ പ്രസിഡന്റ് ആയിരുന്നു ആര്? GV രാജ. അപ്പോൾ കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കേണൽ GV രാജയാണ്. കേരള കായിക ദിനം ഒക്ടോബർ 13 ആരുടെ ജന്മദിനമാണ്? GV രാജയുടെ ജന്മദിനമാണ്. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് സ്കൂൾ ഓർത്ത് വെക്കുക, GV രാജ സ്പോർട്സ് സ്കൂൾ, തിരുവനന്തപുരം. നാലാമത്തെ ചോദ്യം: ഒളിമ്പിക്സ് നീന്തൽ മത്സരത്തിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി ആരാണ്? ഒളിമ്പിക്സിന്റെ നീന്തൽ മത്സരത്തിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി ആരാ? ഓപ്ഷൻ സി ആണ്. സെബാസ്റ്റ്യൻ സേവ്യർ ആണ് കേട്ടോ. സെബാസ്റ്റ്യൻ സേവ്യർ ആണ് ഒളിമ്പിക്സിൽ നീന്തൽ മത്സരത്തിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി ചോദിച്ചാൽ ആരാ? സെബാസ്റ്റ്യൻ സേവ്യർ ആണ്. അഞ്ചാമത്തെ ചോദ്യം: കേരളത്തിലെ ആദ്യത്തെ ക്രിക്കറ്റ് ക്ലബ്ബ് നിലവിൽ വന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ ക്രിക്കറ്റ് ക്ലബ്ബ് നിലവിൽ വന്നത് എവിടെയായിരുന്നു? നമ്മുടെ തലശ്ശേരിയിൽ അല്ലെ, കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് കേരളത്തിലെ ആദ്യത്തെ ഏത് നിലയിൽ വരുന്നത്? ക്രിക്കറ്റ് ക്ലബ്ബ് നിലവിൽ വരുന്നത്. ഇനി ആറാമത്തെ ചോദ്യം: കാലാഹിരൺ എന്നറിയപ്പെടുന്ന മലയാളി ഫുട്ബോൾ താരമാരാണ്? കാലാഹിരൺ എന്നറിയപ്പെടുന്ന മലയാളി ഫുട്ബോൾ താരമാണ് ആര്? IM വിജയനാണ്. ഓപ്ഷൻ എ ആണ്. IM വിജയനാണ് കാലാഹിരൺ എന്നറിയപ്പെടുന്ന മലയാളി ഫുട്ബോൾ താരമാണ് ആര്? IM വിജയന്. അതേപോലെ ഇന്ത്യൻ ഫുട്ബോളിലെ കറുത്ത മുത്ത് എന്നറിയപ്പെടുന്ന വ്യക്തി കൂടിയാണ് ആര്? IM വിജയൻ. IM വിജയന് അർജുൻ അവാർഡ് നേടിയിട്ടുള്ള ആദ്യത്തെ ഫുട്ബോൾ താരം കൂടിയാണ് ആര്? IM വിജയൻ. അർജുൻ അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി താരമാണ് ആര്? IM വിജയൻ. വർഷം ഓർത്തു നോക്കുക. IM വിജയന് അർജുൻ അവാർഡ് കിട്ടിയ വർഷം 2003 2003 IM വിജയൻ എന്ത് കിട്ടുന്നത്? അർജുൻ അവാർഡ് ലഭിക്കുന്നത്. എന്തൊക്കെ പേരിൽ അറിയപ്പെടുന്നത്? ഇന്ത്യൻ ഫുട്ബോളിലെ കറുത്തമുത്ത്, കാലാഹിരൺ എന്നൊക്കെ അറിയപ്പെടുന്ന ഫുട്ബോൾ താരമാണ് ആര്? IM വിജയൻ. അർജുൻ അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി ഫുട്ബോൾ താരമാണ് ആര്? അതുപോലെ IM വിജയൻ. ഇനി ഏഴാമത്തെ ചോദ്യം: ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി മത്സരത്തിന് വേദിയായ കേരളത്തിലെ നഗരം ഏതാണ്? ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി മത്സരത്തിന് വേദിയായ കേരളത്തിലെ നഗരം ഓപ്ഷൻ ബി ആണ്. എറണാകുളമാണ്. ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി മത്സരത്തിന് വേദിയായ കേരളത്തിലെ നഗരമാണ് ഏത്? എറണാകുളം. എട്ടാമത്തെ ചോദ്യം: ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി ആരാണ്? ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി ആരാണ്? ആരാ? ഓപ്ഷൻ ബി ആണ്. CK ലക്ഷ്മണൻ ആട്ടോ. CK ലക്ഷ്മണനാണ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി. അപ്പോൾ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി ആരാന്ന് ചോദിച്ചാൽ ആരാ? CK ലക്ഷ്മണനാണ്. ഏത് വർഷമാണ് ഇദ്ദേഹം ഒളിമ്പിക്സിൽ പങ്കെടുത്തത്? 1924 1924 പാരീസ് ഒളിമ്പിക്സിൽ ഹഡിൽസിൽ വിഭാഗത്തിലാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് കേട്ടോ. അപ്പോൾ ഒളിമ്പിക്സ് ഇനത്തിൽ ആദ്യമായിട്ട് പങ്കെടുത്ത മലയാളിയാണ് ആര്? CK ലക്ഷ്മണൻ. 1924 പാരീസ് ഒളിമ്പിക്സിൽ ഹഡിൽസ് വിഭാഗത്തിലാണ് അദ്ദേഹം മത്സരിച്ചത്. ഒൻപതാമത്തെ ചോദ്യം: ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യത്തെ മലയാളി ആരാണ്? ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യത്തെ മലയാളി ചോദിച്ചാൽ അതാരാ? മാനുവൽ ഫെഡറിക് ആണ് അല്ലെ. ഓപ്ഷൻ ബി ആണ്. മാനുവൽ ഫെഡറിക് ആണ് ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യത്തെ മലയാളി. ഇദ്ദേഹം ഏതായിരുന്നു ഐറ്റം അറിയോ? 1972 മ്യൂണിക് ഒളിമ്പിക്സിലാണ് ഇദ്ദേഹം മെഡൽ നേടുന്നത് കേട്ടോ. ഇദ്ദേഹം നമ്മുടെ ഇന്ത്യൻ ഹോക്കിയുടെ ഗോൾ കീപ്പറാണ് ആര്? നമ്മുടെ മാനുവൽ ഫെഡറിക്. നമ്മുടെ PR ശ്രീജേഷ് നിലവിൽ എന്താ നമ്മുടെ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ഗോൾ കീപ്പറാണല്ലോ. അതുപോലെ തന്നെ ഇദ്ദേഹം എന്ത് തന്നെയായിരുന്നു? ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ഗോൾ കീപ്പറായിരുന്ന വ്യക്തിയാണ് മാനുവൽ
മാനുവൽ ഫെഡറിക്. ഇദ്ദേഹം മെഡൽ നേടിയത് വെങ്കല മെഡലാണ് ആര് നമ്മുടെ മാനുവൽ ഫെഡറിക് നേടിയത്. 1972 മ്യൂണിക് ഒളിമ്പിക്സിലാണ് വെങ്കല മെഡൽ ലഭിച്ചത്. അപ്പം ഒളിമ്പിക്സിൽ ഒരു മെഡൽ നേടുന്ന ആദ്യത്തെ മലയാളിയാണ് ആര് മാനുവൽ ഫെഡറിക്. ഇനി ഒളിമ്പിക്സിന്റെ ഫൈനലിലെത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? ഒളിമ്പിക്സിന്റെ ഫൈനലിലെത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ഓപ്ഷൻ സി ആണ്, PT ഉഷയാണ്. ഒളിമ്പിക്സിന്റെ ഫൈനലിലെത്തിയ ആദ്യത്തെ വനിത ചോദിച്ചാൽ ആരാ? PT ഉഷയാണ്. ഇനി ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിത ആരാണ്? ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിത ആരാണ്? ആരാ? ഓപ്ഷൻ സി ആണ്, PT ഉഷ തന്നെയാണ്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിത ചോദിച്ചാൽ ആര് തന്നെയാ? PT ഉഷയാണ്. ഇനി PT ഉഷ ഫൈനലിലെത്തിയ ഒളിമ്പിക്സ് മത്സരം ഏതാണ്? PT ഉഷ ഫൈനലിലെത്തിയ ഒളിമ്പിക്സ് മത്സരം ഏതായിരുന്നു? 1984 ലോസ് ഏഞ്ചൽസ് ആയിരുന്നു കേട്ടോ. ഓപ്ഷൻ സി ആണ്, 1984 ലോസ് ഏഞ്ചൽസിലാണ് PT ഉഷ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്? അത്ലറ്റിക്കിന്റെ ഫൈനലിലെത്തുന്നത്. ഇനി ഒളിമ്പിക്സിന്റെ സെമി ഫൈനലിൽ പ്രവേശിച്ച ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? ഒളിമ്പിക്സിന്റെ സെമി ഫൈനലിൽ പ്രവേശിച്ച ആദ്യത്തെ ഇന്ത്യൻ വനിത ചോദിച്ചാൽ ആരാ? ഓപ്ഷൻ എ ആണ്, ഷൈനി വിൽസൺ ആണ്. ഒളിമ്പിക്സിന്റെ സെമി ഫൈനലിൽ പ്രവേശിച്ച ആദ്യത്തെ വനിതയാണ് ആര്? ഷൈനി വിൽസൺ. ഒളിമ്പിക്സിന്റെ ഫൈനലിൽ പ്രവേശിച്ചതാണെങ്കിലോ അത് PT ഉഷയാണ്. ഇനി ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യത്തെ വനിത ആരാണ്? ഇന്ത്യൻ ഒളിമ്പിക് ടീമിനെ നയിച്ച ആദ്യത്തെ വനിത ചോദിച്ചാൽ ആരാ? അതും ഷൈനി വിൽസൺ ആട്ടോ. ഷൈനി വിൽസൺ ആണ്. ഓപ്ഷൻ ഡി ആണ്, ഷൈനി വിൽസൺ ആണ്. അപ്പൊ എന്തൊക്കെ പറഞ്ഞു? ഒളിമ്പിക്സിന്റെ സെമി ഫൈനലിൽ എത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് ആര്? ഷൈനി വിൽസൺ. അതേപോലെ ഒളിമ്പിക് ടീമിനെ നയിച്ച ആദ്യമായിട്ട് ഇന്ത്യൻ ഒളിമ്പിക് ടീമിനെ നയിച്ച ആദ്യത്തെ വനിതയാണ് ആര്? ഷൈനി വിൽസൺ. ഒളിമ്പിക്സിൽ അത്ലറ്റിക്സ് വിഭാഗത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഇവർ 1984 ലോസ് ഏഞ്ചൽസിലാണ് ഇവരും ആദ്യമായിട്ട് സെമി ഫൈനലിൽ എത്തുന്നത് കേട്ടോ. 1984 ലോസ് ഏഞ്ചൽസിലാണ് ഇവരെന്ത് ചെയ്യുന്നത്? ആദ്യമായിട്ട് സെമി ഫൈനലിൽ എത്തുന്നത്. ഇദ്ദേഹത്തിന്റെ ഐറ്റം ചോദിച്ചാൽ 800 മീറ്റർ ഓട്ടമായിരുന്നു അന്നത്തെ ഐറ്റം കേട്ടോ. 800 മീറ്റർ ഓട്ടമായിരുന്നു. അതുപോലെ നമ്മൾ പറഞ്ഞു ഇന്ത്യൻ ഒളിമ്പിക് ടീമിനെ നയിച്ച ആദ്യത്തെ ഇന്ത്യൻ വനിതയായിരുന്നു ആര്? ഷൈനി വിൽസൺ. അത് ഏതാ വർഷം എന്ന് ചോദിച്ചാൽ 1992 ബാഴ്സലോണ ഒളിമ്പിക്സ് ആയിരുന്നു. 1992 ബാഴ്സലോണ ഒളിമ്പിക്സ് ആണ്. 2 മിനിറ്റിനുള്ളിൽ 800 മീറ്റർ ഫിനിഷ് ചെയ്യുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത കൂടിയാണ് ആര്? ഷൈനി വിൽസൺ. 2 മിനിറ്റിനുള്ളിൽ 800 മീറ്റർ ഫിനിഷ് ചെയ്യുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് ആര്? ഷൈനി വിൽസൺ. ഇവർക്ക് അർജുൻ അവാർഡ് കിട്ടിയ വർഷം 1984 ഇതേ വർഷമാണ്. 1984 തന്നെയാണ് ഇവർക്ക് എന്ത് കിട്ടുന്നത്? അർജുൻ അവാർഡ് കിട്ടുന്നത്. അതുപോലെ പത്മശ്രീ കിട്ടിയത് 1998 1998 ഇവർക്ക് പത്മശ്രീ ലഭിക്കുന്നത്. ഇനി 15ാമത്തെ ചോദ്യം, PT ഉഷയ്ക്ക് വെങ്കല മെഡൽ നഷ്ടമായ ഒളിമ്പിക്സ് ഏതാണ്? PT ഉഷയ്ക്ക് വെങ്കല മെഡൽ നഷ്ടമായ ഒളിമ്പിക്സ് ഏതായിരുന്നു? 1984 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സ് ആയിരുന്നു. 1984 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സ് ആണ് PT ഉഷയ്ക്ക് എന്ത് ചെയ്യുന്നത്? വെങ്കല മെഡൽ നഷ്ടമാകുന്നത്. നമുക്കറിയാം പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന കായിക താരമാണ് ആര്? PT ഉഷ. ഇന്ത്യൻ സ്പോർട്സിലെ ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്നതോ PT ഉഷയാണ്. ഇന്ത്യൻ ട്രാക്കുകളുടെയും മൈതാനങ്ങളുടെയും റാണി എന്നറിയപ്പെടുന്ന ആരാ? PT ഉഷയാണ്. ഇവർ പങ്കെടുത്ത ആദ്യത്തെ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിതയായിരുന്നു ആര്? നമ്മുടെ PT ഉഷ. 1980 മോസ്കോ ഒളിമ്പിക്സിലാണ് ആദ്യമായിട്ട് PT ഉഷ പങ്കെടുക്കുന്നത്. 1980 മോസ്കോ ഒളിമ്പിക്സിലാണ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ആദ്യത്തെ മലയാളി എന്ന വനിത എന്ന് ഖ്യാതി നേടുന്നത്. ഏത് ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടാ? 1980 മോസ്കോ ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടാണ്. അതുപോലെ ഒളിമ്പിക്സിന്റെ അത്ലറ്റിക്സിൽ ഫൈനലിലെത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിത നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേതായിരുന്നു വർഷം? 1984 ഇതേ വർഷമാണ്. 1984 ലോസ് ഏഞ്ചൽസിലാണ്. ഇവർ 400 മീറ്റർ ഹഡിൽസിലാണ് എന്ത് ചെയ്യുന്നത്? ഫൈനലിലെത്തിയത്. പക്ഷെ എന്ത് ചെയ്തു? 100 അംശത്തിന് എന്ത് നഷ്ടമായി? വെങ്കല മെഡൽ നഷ്ടമായി കേട്ടോ. PT ഉഷയ്ക്ക് 1984 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിലാണ് എന്ത് ചെയ്യുന്നത്? വെങ്കല മെഡൽ 100 അംശത്തിൽ എന്ത് ചെയ്യുന്നത്? വെങ്കല മെഡൽ നഷ്ടമാകുന്നത്. ഇവരെ കോച്ചിനെ ഓർത്തു വെക്കണം. PT ഉഷയുടെ കോച്ച് ആരാന്ന് വെച്ചാൽ OM നമ്പ്യാർ ആട്ടോ. OM നമ്പ്യാറാണ് PT ഉഷയുടെ കോച്ച് എന്ന് കാര്യം ഓർത്തു വെക്കുക. ഇനി 16ാമത്തെ ചോദ്യം, കോമൺവെൽത്ത് ഗെയിംസിൽ 400 മീറ്റർ ഫൈനലിലെത്തുന്ന ആദ്യത്തെ മലയാളി ആരാണ്? കോമൺവെൽത്ത് ഗെയിംസിൽ 400 മീറ്റർ ഫൈനലിലെത്തുന്ന ആദ്യത്തെ മലയാളി ആരാണ്? ആരാ? മുഹമ്മദ് അനസ് ആണ്. ഓപ്ഷൻ സി ആണ്, മുഹമ്മദ് അനസ് ആണ്. 17 മിൽഖാ സിംഗിന് ശേഷം കോമൺവെൽത്ത് ഗെയിംസ് 400 മീറ്റർ ഫൈനലിൽ കടന്ന ഇന്ത്യൻ താരം ആരാണ്? മിൽഖാ സിംഗിന് ശേഷം കോമൺവെൽത്ത് ഗെയിംസിൽ 400 മീറ്റർ ഫൈനലിൽ കടന്ന ഇന്ത്യൻ താരം ആരാണ്? ആര് തന്നെയാ? ഓപ്ഷൻ
സി ആണ്, മുഹമ്മദ് അനസ് തന്നെ കേട്ടോ. 18ാമത്തെ ചോദ്യം, ഒരു ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും അധികം മെഡൽ നേടിയ ഇന്ത്യൻ താരം ആരാണ്? ഒരു ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ ഇന്ത്യൻ താരം ആരാ? ഓപ്ഷൻ സി ആണ്, PT ഉഷയാണ്. ഒരു ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും അധികം മെഡൽ നേടിയ ഇന്ത്യൻ താരമാണ് ആര്? PT ഉഷ. 19ാമത്തെ ചോദ്യം, ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യത്തെ മലയാളി വനിത ആരാണ്? ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യത്തെ മലയാളി ചോദിച്ചാൽ ആരാ? MT വത്സമ്മയാണ്. MD വത്സമ്മയാണ് ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യത്തെ മലയാളി വനിത ചോദിച്ചാൽ ആരാ? MD വത്സമ്മയാണ്. 20ാമത്തെ ചോദ്യം, കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരായിരുന്നു? അഞ്ജു ബോബി ജോർജ് ആണ്. ഓപ്ഷൻ സി ആണ്, അഞ്ജു ബോബി ജോർജ് ആണ്. കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് ആര്? അഞ്ജു ബോബി ജോർജ്. അതുപോലെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ലോങ് ജമ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് ആര്? അഞ്ജു ബോബി ജോർജ്. എന്താ പറഞ്ഞേ? ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ലോങ് ജമ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് ആര്? നമ്മുടെ അഞ്ജു ബോബി ജോർജ്. അതുപോലെ അത്ലറ്റിക്സിൽ ലോക റാങ്കിങ്ങിൽ ലോങ് ജമ്പിൽ 4ാം സ്ഥാനം ലഭിച്ച ഏക ഇന്ത്യൻ താരം കൂടിയാണ് അഞ്ജു ബോബി ജോർജ്. അത്ലറ്റിക്സിൽ ലോക റാങ്കിങ്ങിൽ ലോങ് ജമ്പിൽ 4ാം സ്ഥാനം ലഭിച്ച ഏക ഇന്ത്യൻ താരമാണ് ആര്? അഞ്ജു ബോബി ജോർജ്. എന്തൊക്കെയാ പറഞ്ഞത്? കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത അഞ്ജു ബോബി ജോർജ്. അതുപോലെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ലോങ് ജമ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് അഞ്ജു ബോബി ജോർജ്. അത്ലറ്റിക്സിൽ ലോക റാങ്കിങ്ങിൽ ലോങ് ജമ്പിൽ 4ാം സ്ഥാനത്ത് ലഭിച്ചിട്ടുള്ള ഇന്ത്യൻ താരം കൂടിയാണ് ആര്? അഞ്ജു ബോബി ജോർജ്. ഇവർക്ക് നമുക്കറിയാം അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സീനിയർ വൈസ് പ്രസിഡന്റായിട്ട് നിയമിതനായ വനിത കൂടിയാണ് അഞ്ജു ബോബി ജോർജ്. ഇനി 2018 ഏഷ്യൻ ഗെയിംസിൽ പുരുഷന്മാരുടെ 1500 മീറ്ററിൽ സ്വർണ്ണ മെഡൽ നേടിയ മലയാളി ആരാണ്? 2018 ഏഷ്യൻ ഗെയിംസിൽ പുരുഷന്മാരുടെ 1500 മീറ്ററിൽ സ്വർണ്ണ മെഡൽ നേടിയ മലയാളി ആരാണ്? ആരായിരുന്നു? ജിൻസൺ ജോൺസൺ ആണ്. ഓപ്ഷൻ എ ആണ്, ജിൻസൺ ജോൺസൺ ആണ്. ഓർത്തു നോക്കുക, ചോദിക്കും ചിലപ്പോൾ ജിൻസൺ ജോൺസൺ ഏത് ഇനവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ 2018 ഏഷ്യൻ ഗെയിംസിൽ പുരുഷന്മാരുടെ 1500 മീറ്റർ ഓർത്തു നോക്കുക, 1500 മീറ്റർ സ്വർണം നേടിയ മലയാളിയാണ് ആര്? ജിൻസൺ ജോൺസൺ. 22ാമത്തെ ചോദ്യം, 2018 ഏഷ്യൻ ഗെയിംസിൽ പുരുഷന്മാരുടെ 400 മീറ്ററിൽ വെള്ളി മെഡൽ നേടിയ മലയാളി ആരാ? 2018 ഏഷ്യൻ ഗെയിംസിൽ പുരുഷന്മാരുടെ 400 മീറ്ററിൽ വെള്ളി മെഡൽ നേടിയ മലയാളി ചോദിച്ചാൽ ആരാ? മുഹമ്മദ് അനസ് ആണ്. മുഹമ്മദ് അനസ് ആണ്. 23 ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടിയ ആദ്യത്തെ മലയാളി വനിത ആരാ? ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടിയ ആദ്യത്തെ മലയാളി വനിത ആരാ? ഏഞ്ചൽ മേരിയാണ്. ഏഞ്ചൽ മേരിയാണ്. നമ്മൾ തൊട്ടു മുന്നേ വേറൊരു കാര്യം കൂടി പഠിച്ചായിരുന്നു. എന്തായിരുന്നു? ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യത്തെ മലയാളി വനിതയാണെങ്കിൽ ആരായിരുന്നു? അത് MD വത്സമ്മ കേട്ടോ. ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യത്തെ മലയാളി വനിത ചോദിച്ചാൽ അത് MD വത്സമ്മ. ഇനി ഏതെങ്കിലും ഒരു മെഡൽ ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടിയ എന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാ? അത് ഏഞ്ചൽ മേരി. അത് വെങ്കലോ വെള്ളിയോ ആയിരിക്കാം കിട്ടിയത്. അപ്പോൾ ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടിയ ആദ്യത്തെ മലയാളി വനിത ചോദിച്ചാൽ ഏഞ്ചൽ മേരിയാണ്. സ്വർണ്ണ മെഡൽ എടുത്ത് ചോദിച്ചാൽ അത് MD വത്സമ്മയാണ്. 24 ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒളിമ്പിക്സ് ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി ആരാണ്? ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒളിമ്പിക്സിന്റെ ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി ആരാ? തോമസ് മത്തായി വർഗീസ് ആണ്. ഓപ്ഷൻ ബി ആണ്, തോമസ് മത്തായി വർഗീസ് ആണ്. 25ാമത്തെ ചോദ്യം, അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി ഫുട്ബോൾ താരം ആരാണ്? അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി ഫുട്ബോൾ താരം നമ്മൾ പറഞ്ഞു ആരായിരുന്നു? IM വിജയനാണ് അല്ലെ? IM വിജയനാണ്. പിന്നെ അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി ഫുട്ബോൾ താരം വർഷം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2003 അർജുന അവാർഡ് ലഭിച്ചിട്ടുള്ളത്. 26ാമത്തെ ചോദ്യം, കറുത്ത മുത്ത് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഫുട്ബോൾ താരമാണ് ആര്? IM വിജയൻ അല്ലെ? IM വിജയനാണ് കറുത്ത മുത്ത് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഫുട്ബോൾ താരം. ഇനി കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി കിരീടം നേടിയ വർഷം ഏതാണ്? കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി കിരീടം നേടിയ വർഷം ഈ അടുത്ത് നടന്നൊരു എക്സാമിലും ചോദിച്ചിട്ടുണ്ട് PSC. ഏത് വർഷം? 1973 1973 കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി കിരീടം നേടിയത്. 28ാമത്തെ ചോദ്യം, 72ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റ് 2018 വിജയ് ആരായിരുന്നു? അതായത് 72ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റ് 2018 നടന്നത്. അന്നത്തെ വിജയ് ആരാന്ന് ചോദിച്ചാൽ ആരായിരുന്നു? കേരളമാണ് കേട്ടോ, കേരളമാണ്. 29 ഡ്യൂറന്റ് കപ്പ് നേടുന്ന ആദ്യത്തെ കേരള ടീം ഏതാണ്?
ഡ്യൂറന്റ് കപ്പ് നേടുന്ന ആദ്യത്തെ കേരള ടീം? ഏതാ? FC കൊച്ചിൻ ആണ്. ഓപ്ഷൻ എ ആണ് FC കൊച്ചിൻ ആണ്. ഡ്യൂറന്റ് കപ്പ് നേടുന്ന ആദ്യത്തെ കേരള ടീമാണ് ഏത്? FC കൊച്ചിന്. 30ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഹോക്കി ടീമിലെത്തിയ ആദ്യത്തെ മലയാളി ആരാണ്? ഇന്ത്യൻ ഹോക്കി ടീമിലെത്തിയ ആദ്യത്തെ മലയാളി ആരായിരുന്നു? ഫെഡറിക് മാനുവൽ ആണ് അല്ലെ. ഓപ്ഷൻ എ ആണ് ഫെഡറിക് മാനുവൽ ആണ്. 31, ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിച്ച ആദ്യത്തെ മലയാളി ആരാണ്? ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിച്ച ആദ്യത്തെ മലയാളി ആരാ? PR ശ്രീജേഷ് ആണ് അല്ലെ. PR ശ്രീജേഷ് ആണ്. നമുക്കറിയാം ഈ വർഷം എന്ത് ചെയ്തിട്ടുണ്ട്? 2024 ഒളിമ്പിക്സിൽ എന്ത് കിട്ടിയിട്ടുണ്ട്? മെഡൽ നേടിയിട്ടുണ്ട്. അതുപോലെ 2021 ഒളിമ്പിക്സിൽ ആർക്ക് കിട്ടിയിട്ടുണ്ട്? PR ശ്രീജേഷിന് മെഡൽ കിട്ടിയിട്ടുണ്ട്. 2 ഒളിമ്പിക്സിലും ഏതാ കിട്ടിയത്? വെങ്കലമാണ്. ഇന്ത്യയുടെ മുൻ ഹോക്കി ടീം ക്യാപ്റ്റൻ അതുപോലെ ഗോൾ കീപ്പറൊക്കെ ആയ വ്യക്തിയാണ് ആര്? PR ശ്രീജേഷ്. ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിനെ ആദ്യമായിട്ട് നയിച്ചത് 2016 റിയോ ഒളിമ്പിക്സിലാട്ടോ. 2016 റിയോ ഒളിമ്പിക്സിലാണ് ആദ്യമായിട്ട് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. ഇവർക്ക് അർജുന അവാർഡ് കിട്ടിയ വർഷം ഓർത്ത് നോക്കുക, 2015 കേട്ടോ. 2015 ഏത് കിട്ടുന്നത്? പിന്നെ അർജുന അവാർഡ് 2015 അർജുനം 15 ഓർത്ത് നോക്കുക. PR ശ്രീജേഷിന് അർജുന അവാർഡ് കിട്ടിയ വർഷം 2015. പത്മശ്രീ കിട്ടിയത് 2 വർഷം കഴിഞ്ഞിട്ട് 2017 പത്മശ്രീയും കിട്ടിയിട്ടുണ്ട്. ഇനി 28ാമത് ജിമ്മി ജോർജ് പുരസ്കാര ജേതാവാരാണ്? തന്നിരിക്കുന്നതിൽ 28ാമത് ജിമ്മി ജോർജ് പുരസ്കാര ജേതാവാരാണ്? ആരാ? ഓപ്ഷൻ എ ആണ് PR ശ്രീജേഷ് ആണ്. 33, വിദേശ ക്ലബിന് വേണ്ടിയിട്ട് ബാസ്കറ്റ് ബോൾ കളിച്ച ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? വിദേശ ക്ലബിന് വേണ്ടിയിട്ട് ബാസ്കറ്റ് ബോൾ കളിച്ച ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് ആര്? ഗീതു അന്ന ജോസ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ഗീതു അന്ന ജോസ്. ചോദിക്കാം, ഗീതു അന്ന ജോസ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ഏതാ? ബാസ്കറ്റ് ബോൾ ആണ്. 34ാമത്തെ ചോദ്യം, ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ലോങ് ജമ്പിൽ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2005 മൊണോക്കോ ഒളിമ്പിക്സിലാണ് ഇവർ സ്വർണം നേടുന്നത്. ആരായിരുന്നു അത്? അഞ്ജു ബോബി ജോർജ് ആണ് അല്ലെ. അഞ്ജു ബോബി ജോർജ് ആണ്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ലോങ് ജമ്പിൽ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് ആര്? അഞ്ജു ബോബി ജോർജ്. പിന്നെ വേദി ഓർത്ത് നോക്കുക, മൊണാക്കോ ആണ്. 2005 ഇനി പാക് കടലിടുക്ക് നീന്തി കടന്ന ആദ്യത്തെ മലയാളി ആരാണ്? പാക് കടലിടുക്ക് നീന്തി കടന്ന ആദ്യത്തെ മലയാളിയാണ് SP മുരളീധരൻ ആട്ടോ. ഓപ്ഷൻ ബി ആണ് SP മുരളീധരൻ ആണ്. പാക് കടലിടുക്ക് നീന്തി കടന്ന ആദ്യത്തെ മലയാളിയാണ് ആര്? SP മുരളീധരൻ. 36, ഏഷ്യാഡിൽ സ്വർണം നേടിയ ആദ്യത്തെ മലയാളി വനിത ആരാണ്? ഏഷ്യാഡിൽ സ്വർണം നേടിയ ആദ്യത്തെ മലയാളി വനിത ആരാണ്? ആരാ? MD വത്സമ്മയാണ് അല്ലെ. MD വത്സമ്മയാണ്. നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. 37, ഒളിമ്പിക്സിലെ നീന്തൽ വിഭാഗത്തിൽ പങ്കെടുത്ത രണ്ടാമത്തെ മലയാളി ആരാണ്? ഒളിമ്പിക്സിന്റെ നീന്തൽ വിഭാഗത്തിൽ പങ്കെടുത്ത രണ്ടാമത്തെ മലയാളി ആരാണ്? രണ്ടാമത്തെ മലയാളി? അത് സാജൻ പ്രകാശ് ആണ് കേട്ടോ. സാജൻ പ്രകാശ് ആണ്. 38, കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് സ്കൂൾ ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് സ്കൂൾ ഏതാണ്? ഏതാ? GV രാജ സ്പോർട്സ് സ്കൂൾ ആണ് അല്ലെ. GV രാജ സ്പോർട്സ് സ്കൂൾ എവിടെയാ? തിരുവനന്തപുരമാണ്. 39, GV രാജ അവാർഡ് നൽകുന്നതാരാണ്? GV രാജ അവാർഡ് നൽകുന്നതാരാണ്? ആരാ അവാർഡ് നൽകുന്നത്? ഓപ്ഷൻ എ ആണ് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ ആണ്. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ നൽകുന്ന അവാർഡാണ് ഇത് GV രാജ അവാർഡ്. അങ്ങനെയാണെങ്കിൽ കേരളം കായിക മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം ഏതാണ്? കേരളം കായിക മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം ഏതാ? GV രാജ പുരസ്കാരമാണ്. അപ്പോൾ GV രാജ പുരസ്കാരമാണ് കേരളം കായിക മേഖലയിൽ നൽകുന്ന ഏറ്റവും പരമോന്നതമായ പുരസ്കാരം. ഈ അവാർഡ് നൽകുന്നത് ആരാന്ന് ചോദിച്ചാൽ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ ആണ്. ഇനി ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളി താരമാരാണ്? ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളി താരം? ഓപ്ഷൻ സി ആണ് നിഹാൽ സരീൻ ആണ്. ഓപ്ഷൻ സി ആണ് നിഹാൽ സരീൻ ആണ്. ഇനി 42, ടെസ്റ്റ് ക്രിക്കറ്റ് കളിച്ച ആദ്യത്തെ കേരളീയൻ ആരാണ്? ടെസ്റ്റ് ക്രിക്കറ്റ് കളിച്ച ആദ്യത്തെ കേരളീയനാണ് ടിനു യോഹന്നാൻ കേട്ടോ. ടിനു യോഹന്നാന് ടെസ്റ്റ് ക്രിക്കറ്റ് കളിച്ച ആദ്യത്തെ കേരളീയൻ ചോദിച്ചാൽ ആരാ? ടിനു യോഹന്നാനാണ്. 43, ഇന്ത്യൻ സ്പോർട്സിലെ ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്നത് ആരാ? ഇന്ത്യൻ സ്പോർട്സിലെ ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്നത് ആരാ?
PT ഉഷയാണ് അല്ലേ. ഓപ്ഷൻ സി ആണ്. PT ഉഷയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഇന്ത്യൻ സ്പോർട്സിലെ ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്നത്. 43 ടെസ്റ്റ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യത്തെ മലയാളി ആരാണ്? ടെസ്റ്റ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യത്തെ മലയാളി ചോദിച്ചാൽ ആരാ? ഓപ്ഷൻ എ ആണ്, കരുൺ നായരാണ്. കരുൺ നായരാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യത്തെ മലയാളി ആരാ? കരുൺ നായരാണ്. 45 ഇന്ത്യക്ക് വേണ്ടിയിട്ട് ടെസ്റ്റ് ക്രിക്കറ്റിൽ ട്രിപ്പിൾ സെഞ്ചുറി നേടുന്ന രണ്ടാമത്തെ താരമാരാണ്? ഇന്ത്യക്ക് വേണ്ടിയിട്ട് ടെസ്റ്റ് ക്രിക്കറ്റിൽ ട്രിപ്പിൾ സെഞ്ചുറി നേടുന്ന രണ്ടാമത്തെ താരം ആരാ? അതും കരുൺ നായരാണ്. ഓപ്ഷൻ സി ആണ്, കരുൺ നായരാണ്. 46 ലോകകപ്പ് ക്രിക്കറ്റ് കളിച്ച ആദ്യത്തെ മലയാളി ആരാണ്? ലോകകപ്പ് ക്രിക്കറ്റ് കളിച്ച ആദ്യത്തെ മലയാളി ആരാണ്? ആരായിരുന്നു ലോകകപ്പ് ക്രിക്കറ്റ് കളിച്ച ആദ്യത്തെ മലയാളി? ആരാ? ഓപ്ഷൻ ഡി ആണ്, ശ്രീശാന്ത് ആണ് കേട്ടോ. ശ്രീശാന്ത് ആണ്. ഇവിടെ ഒരു എക്സെപ്ഷൻ കേസ് ഉള്ളത് നമ്മൾ സുനിൽ വിൽസൺ ഉണ്ടല്ലോ, ഇദ്ദേഹം ലോകകപ്പ് ക്രിക്കറ്റ് ടീമിൽ ഉൾപ്പെട്ട ആദ്യത്തെ മലയാളിയാണ്. കാരണം ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, കളിക്കാനും പറ്റില്ല, ടീമിൽ ഉൾപ്പെട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ശ്രീശാന്ത് ചെയ്തിട്ടുണ്ട്, കളിച്ചിട്ടുണ്ട്. അപ്പോൾ ക്രിക്കറ്റ് കളിച്ച ആദ്യത്തെ മലയാളി ചോദിച്ചാൽ ശ്രീശാന്ത് എഴുതണം. അല്ലാതെ ടീമിൽ ഉൾപ്പെട്ട മലയാളി ചോദിച്ചാൽ അത് സുനിൽ വിൽസൺ ആണ്. ആദ്യമായിട്ട് ലോകകപ്പ് ക്രിക്കറ്റ് ടീമിൽ ഉൾപ്പെട്ട മലയാളി ആരാന്ന് ചോദിച്ചാൽ ആരാ? സുനിൽ വിൽസൺ ആണ്. പക്ഷെ അദ്ദേഹം കളിച്ചിട്ടില്ല, ഒരു കളി പോലും കളിച്ചിട്ടില്ല. രണ്ടാമത്തെ മലയാളിയാണ് ശ്രീശാന്ത്, പക്ഷെ ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, കളിച്ചിട്ടുണ്ട്. 47 ചോദ്യം, ദ്രോണാചാര്യ അവാർഡ് ആദ്യമായിട്ട് നേടിയതാരാണ്? ദ്രോണാചാര്യ അവാർഡ് ആദ്യമായിട്ട് നേടിയതാരാണ്? ആരാ? OM നമ്പ്യാർ ആണ് കേട്ടോ. OM നമ്പ്യാർ ആണ്. 48 OM നമ്പ്യാർ ആരാന്ന് ഞാൻ തൊട്ടു മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരായിരുന്നു? PT ഉഷയുടെ കോച്ചാണ് ആര്? OM നമ്പ്യാർ. 48 ഏത് പ്രശസ്ത കായിക താരത്തിന്റെ പരിശീലകനായിരുന്നു? OM നമ്പ്യാർ ആണ്. തൊട്ടടുത്ത ദിവസം അതായിരുന്നു. ഏത് പ്രശസ്ത കായിക താരത്തിന്റെ പരിശീലനായിരുന്നു OM നമ്പ്യാർ? PT ഉഷയുടെ ആയിരുന്നു ആര്? OM നമ്പ്യാർ. 49 പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന കായിക താരമാരാണ്? പയ്യോളി എക്സ്പ്രസ്, ഗോൾഡൻ ഗേൾ, ഇതൊക്കെ അറിയപ്പെടുന്നത് ആരാ? PT ഉഷയാണ് അല്ലെ. PT ഉഷയാണ്. പയ്യോളി എക്സ്പ്രസ്, ഗോൾഡൻ ഗേൾ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാ? PT ഉഷയാണ്. ഇനി PT ഉഷയ്ക്ക് പത്മശ്രീ ലഭിച്ച വർഷം ഏതാണ്? PT ഉഷയ്ക്ക് പത്മശ്രീ ലഭിച്ച വർഷം ഏത് വർഷം? 1985 അല്ലെ. 1985 ഏത് കിട്ടുന്നത്? പത്മശ്രീ ലഭിക്കുന്നത് 1985. ഇവർക്ക് അർജുൻ അവാർഡ് കിട്ടിയ വർഷം 1983. 1983 അർജുൻ അവാർഡ്, 1985 പത്മശ്രീ. അപ്പോൾ തുടർച്ചയായിട്ടൊരു ഓർഡർ കിട്ടണമെങ്കിൽ 1983 എന്ത് കിട്ടി? അർജുൻ അവാർഡ് കിട്ടില്ലേ. 1984 എന്ത് ചെയ്യുന്നത്? PT ഉഷയ്ക്ക് ഒളിമ്പിക്സിൽ ലോസ് ഏഞ്ചൽസിന്റെ ഒളിമ്പിക്സിൽ പിന്നെ 100 അംശത്തിൽ എന്ത് നഷ്ടമാകുന്നത്? മെഡൽ നഷ്ടമാകുന്നത്. അപ്പോൾ 83 ഏത് കിട്ടി? പിന്നെ അർജുൻ അവാർഡ്. 84 ഒളിമ്പിക്സിൽ മെഡൽ നഷ്ടമായി. 85 പത്മശ്രീ കൊടുത്തു. ഇനി ഒരു ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ താരമാരാണ്? ഒരു ലോകകപ്പ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ താരമാരാണ്? ആരാ? രോഹിത് ശർമ്മയാണ്. ഓപ്ഷൻ ബി ആണ്, രോഹിത് ശർമ്മയാണ്. 52 കൃത്രിമ കാലുകളുടെ സഹായത്തോടെ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ കായിക താരമാരാണ്? കൃത്രിമ കാലുകളുടെ സഹായത്തോടെ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ കായിക താരം ആരാ? ഓപ്ഷൻ എ ആണ്, ഓസ്കർ പിസ്റ്റോറിയസ് ആണ്. ഓസ്കർ പിസ്റ്റോറിയസ്. 53 തുടർച്ചയായിട്ട് 7 ഒളിമ്പിക്സിൽ മത്സരിച്ച ആദ്യത്തെ ഇന്ത്യൻ ടെന്നീസ് താരമാരാണ്? തുടർച്ചയായിട്ട് 7 ഒളിമ്പിക്സിൽ മത്സരിച്ച ആദ്യത്തെ ഇന്ത്യൻ ടെന്നീസ് താരം ഓപ്ഷൻ ബി ആണ്, ലിയാൻഡർ പെയ്സ് ആണ്. 54 ഇന്ത്യയിൽ ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏതാ? ഇന്ത്യയിൽ ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഓപ്ഷൻ ഡി ആണ്, ഓഗസ്റ്റ് 29 ആണ്. 55 ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ കായിക ദിനമായിട്ട് ആചരിക്കുന്നത്? ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ കായിക ദിനമായിട്ട് ആചരിക്കുന്നത്? നമ്മുടെ ഓപ്ഷൻ ഡി ആണ് അല്ലെ, ധ്യാൻചന്ദ് ആണ്. ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്ന ധ്യാൻചന്ദിന്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത്. 56 സച്ചിൻ ടെണ്ടുൽക്കറിന് അർജുൻ അവാർഡ് ലഭിച്ച വർഷം ഏതാണ്? സച്ചിൻ ടെണ്ടുൽക്കറിന് അർജുൻ അവാർഡ് ലഭിച്ച വർഷം 1994. 57 ചോദ്യം, ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിതാ താരമാരാണ്? ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിതാ താരമാരാണ്? ഓപ്ഷൻ സി ആണ്, കർണം മല്ലേശ്വരിയാണ്. കർണം മല്ലേശ്വരിയാണ്. ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിതാ താരമാണ് ആര്? കർണം മല്ലേശ്വരി. 58 ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യത്തെ വനിത ആരാണ്?
ഇന്ത്യൻ ഒളിമ്പിക് ടീമിനെ നയിച്ച ആദ്യത്തെ വനിത ആരായിരുന്നു? ഓപ്ഷൻ ഡി ആണ് ഷൈനി വിൽസൺ ആണ് അല്ലെ, ഷൈനി വിൽസൺ ആണ്. 59 ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം നേടിയ വനിതാ താരമാരാം? ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം നേടിയ വനിതാ താരമാരാം? ഇതില് ആൻസർ ഇല്ല കേട്ടോ. ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം നേടിയ വനിതാ താരം മാർഗരറ്റ് കോർട്ടാണ്. മാർഗരറ്റ് കോർട്ട്. 24 ഗ്രാൻഡ് സ്ലാം നേടിയിട്ടുണ്ട് ആര്? മാർഗരറ്റ് കോർട്ട്. 23 നേടിയത് സെറീന വില്യംസ് ആണ്. ഇനി ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നത്, ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം നേടിയ വനിത ഓപ്പൺ ഇറ കാലഘട്ടത്തിലാണെങ്കിൽ അത് സെറീന വില്യംസ് ആണ്. അല്ലാതെ ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം നേടിയ വനിതാ താരം ചോദിച്ചാൽ മാർഗരറ്റ് കോർട്ടാണ്. 24 ഗ്രാൻഡ് സ്ലാം ആണ് ഉള്ളത്. അതേപോലെ നമ്മുടെ നൊവാക്ക് ജോക്കോവിച്ചിന് എത്ര തന്നെയാണ്? 24 ഗ്രാൻഡ് സ്ലാം ആണ് കേട്ടോ. ഇനി 60ാമത്തെ ചോദ്യം, ഒളിമ്പിക്സിൽ സെമി ഫൈനലിൽ പ്രവേശിച്ച ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? ഒളിമ്പിക്സിൽ സെമി ഫൈനലിൽ പ്രവേശിച്ച ആദ്യത്തെ ഇന്ത്യൻ വനിതയാരാണ്? ആരായിരുന്നു ആദ്യത്തെ ഇന്ത്യൻ വനിത? ഓപ്ഷൻ ഡി ആണ് ഷൈനി വിൽസൺ അല്ലെ, ഷൈനി വിൽസൺ ആണ്. 61 ഗോൾഡൻ ഗ്രാൻഡ് സ്ലാം നേടിയ ആദ്യത്തെ വനിതാ ടെന്നീസ് താരമാരാണ്? ഗോൾഡൻ ഗ്രാൻഡ് സ്ലാം നേടിയ ആദ്യത്തെ വനിതാ ടെന്നീസ് താരം? ഓപ്ഷൻ സി ആണ് സ്റ്റെഫി ഗ്രാഫ് ആണ് കേട്ടോ, സ്റ്റെഫി ഗ്രാഫ് ആണ്. ഗോൾഡൻ ഗ്രാൻഡ് സ്ലാം നേടിയ ആദ്യത്തെ വനിതാ ടെന്നീസ് താരമാണ് ആര്? സ്റ്റെഫി ഗ്രാഫ്. 62 ഒരു ഒളിമ്പിക്സിൽ ആദ്യമായിട്ട് പെർഫെക്റ്റ് 10 നേടിയ താരമാരാണ്? ഒളിമ്പിക്സിൽ ആദ്യമായിട്ട് പെർഫെക്റ്റ് 10 നേടിയ താരം ആരാ? നാദിയ കൊമനേച്ചി കേട്ടോ, നാദിയ കൊമനേച്ചി ആണ്, നാദിയ കൊമനേച്ചി. ഇനി പ്ലാസ്റ്റിക് ഗേൾ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന കായിക താരം ആരാണ്? പ്ലാസ്റ്റിക് ഗേൾ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന കായിക താരം ചോദിച്ചാൽ ആരാ? ഓപ്ഷൻ ഡി ആണ് നാദിയ കൊമനേച്ചി ആണ്. 64 ഒളിമ്പിക്സിലെ അത്ലറ്റിക്സിൽ സെമി ഫൈനലിലെത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? ഒളിമ്പിക്സിന്റെ അത്ലറ്റിക്സിൽ സെമി ഫൈനലിലെത്തിയ ആദ്യത്തെ ചോദിച്ചാൽ ആരാ? ആദ്യത്തെ ഇന്ത്യൻ വനിത ചോദിച്ചാൽ ഷൈനി വിൽസൺ ആണ്. ഇനി 65 രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി വനിത ആരാണ്? രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി വനിതയാണ് ആര്? കെ എം ബീനമോള്. 66 ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യത്തെ മലയാളി വനിതയായിരുന്നു ആര്? ഇന്ത്യൻ വനിതയാണ് ആര്? കമൽജിത്ത് സന്ധു കേട്ടോ, കമൽജിത്ത് സന്ധു ആണ്. ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് ആര്? കമൽജിത്ത് സന്ധു. 67 ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഭാരതരത്നം ലഭിച്ച വ്യക്തി ആരാണ്? ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഭാരതരത്നം ലഭിച്ച വ്യക്തി ആരാണ്? ആരാ? ഓപ്ഷൻ സി ആണ് സച്ചിൻ ടെണ്ടുൽക്കർ ആണ് കേട്ടോ. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഭാരതരത്നം ലഭിച്ച വ്യക്തിയാണ് ആര്? സച്ചിൻ ടെണ്ടുൽക്കർ. 68 താഴെ പറയുന്നതിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ വ്യക്തി ആരാ? താഴെ തന്നിരിക്കുന്നതിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ വ്യക്തി ആരാ? ആരാ? സച്ചിൻ ടെണ്ടുൽക്കർ ആട്ടോ, സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. ഇനി ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ വ്യക്തി ചോദിച്ചാൽ ആരാ? അത് വിരാട് കോഹ്ലി ആട്ടോ, വിരാട് കോഹ്ലിയാണ്. എങ്കിൽ ടെസ്റ്റിലാണ് ചോദിക്കുന്നതെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. ഇനി 69 കായിക രംഗത്ത് നിന്ന് ഭാരതരത്നം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? കായിക രംഗത്ത് നിന്ന് ഭാരതരത്നം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാ? സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. ഓപ്ഷൻ സി ആണ്, സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. ഇനി 70ാമത്തെ ചോദ്യം, 2020 ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡിൽ സ്പോർട്ടിംഗ് മൊമെന്റ് ഓഫ് ദി ഇയർ ആയിട്ട് ലഭിച്ച വ്യക്തി ആരാണ്? 2020 ലോറസ് സ്പോർട്സ് അവാർഡിൽ സ്പോർട്ടിംഗ് മൊമെന്റ് ഓഫ് ദി ഇയർ ലഭിച്ച വ്യക്തി ആരാണ്? ആരാ? ഓപ്ഷൻ എ ആണ്, സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. 71ാമത്തെ ചോദ്യം, ആദ്യമായിട്ട് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട കായിക താരം ആരാണ്? ആദ്യമായിട്ട് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട കായിക താരം ആരാ? സച്ചിൻ ടെണ്ടുൽക്കർ ആണ് അല്ലെ, സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. ഇനി 72ാമത്തെ ചോദ്യം, മാച്ച് ദി ഫോളോയിങ് ആണ്. മാച്ച് ദി ഫോളോയിങ്, ഇതിന്റെ ആൻസർ നോക്കണ്ട, നിങ്ങൾ അല്ലാതെ പഠിക്കാം. കാരണം ഓപ്ഷനിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. സിസിലിയൻ ഡിഫൻസ് എന്ന് പറയുന്നത് പിന്നെ ചെസ്സുമായി ബന്ധപ്പെട്ടോ, സിസിലിയൻ ഡിഫൻസ് എന്താ? ചെസ്സുമായി ബന്ധപ്പെട്ടതാണ്. ഈ റെഡ് കാർഡ് എന്ന് പറയുന്നത് ഫുട്ബോൾ റെഡ് കാർഡ് ഉണ്ട്, അതുപോലെ ഹോക്കിയിൽ റെഡ് കാർഡ് ഉണ്ട്, അതുപോലെ റഗ്ബിയിൽ എന്തുണ്ട്? റെഡ് കാർഡ് ഉണ്ട്. ഓർത്ത് നോക്കുക, പഠിക്കാൻ വേണ്ടിയിട്ടാണ്. റെഡ് കാർഡ് ഏതിലൊക്കെ ഉണ്ട്? ഫുട്ബോളിലുണ്ട്, ഹോക്കിയിലുണ്ട്, അതുപോലെ റഗ്ബിയിലുണ്ട്. ഇനി ഫ്ലിപ്പർ എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ട? ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടതാണ്. ഏത്? ഫ്ലിപ്പർ എന്ന കാര്യം ഓർത്ത് നോക്കുക. ഫ്ലിപ്പർ എന്തുമായി ബന്ധപ്പെട്ടതാ? ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്.
ഇനി ഷൂട്ട് എന്തുമായി ബന്ധപ്പെട്ടതാ? ഹോക്കിയുമായിട്ട്. ഷൂട്ട് അല്ലെങ്കിൽ ഷോട്ട് ഒക്കെ എന്തുമായി ബന്ധപ്പെട്ടതാ? ഹോക്കിയുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ ഷോട്ട് ചിലപ്പം ഫുട്ബോളുമായിട്ടും ബന്ധപ്പെടാറുണ്ട്. അപ്പോൾ സിസിലിയൻ ഡിഫൻസ് നിങ്ങൾ കേൾക്കാത്തതെന്ന് പറഞ്ഞുതരാം. സിസിലിയൻ ഡിഫൻസ് എന്തുമായി ബന്ധപ്പെട്ടതാ? ചെസ്സുമായി ബന്ധപ്പെട്ടതാണ്. റെഡ് കാർഡ് 3 എണ്ണത്തിലുണ്ട്. ഫുട്ബോളിൽ റെഡ് കാർഡ് ഉണ്ട്, ഹോക്കിയിൽ റെഡ് കാർഡ് ഉണ്ട്, റഗ്ബിയിലും റെഡ് കാർഡ് ഉണ്ട്. ഫ്ലിപ്പർ എന്തുമായി ബന്ധപ്പെട്ടതാ? ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇത് ഫ്ലിപ്പർ. ഇനി ഷൂട്ട് അല്ലെങ്കിൽ ഷോട്ട് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഹോക്കിയുമായി ബന്ധപ്പെട്ടതാണ്. ഷോട്ട് ഫുട്ബോളിലുമുണ്ട്. ഓർത്ത് നോക്കുക. ഇനി 73ാമത്തെ ചോദ്യം പ്രസ്താവന ചോദ്യമാണ്. ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യത്തെ ക്രിക്കറ്റ് പരിശീലകനാണ് ദേശ് പ്രേം ആസാദ്. രണ്ടാമത്തത് അർജുൻ അവാർഡ് നേടിയ ആദ്യത്തെ ക്രിക്കറ്റ് താരമാണ് സലീം ദുരാനി. 3 രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം ലഭിച്ച ആദ്യത്തെ ക്രിക്കറ്റ് താരമാണ് സച്ചിന്. 4 ഒളിമ്പിക്സ് ടെന്നീസ് മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ താരമാണ് ലിയാൻഡർ പേസ്. ഇതിലേതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? ഏതൊക്കെയാ ശരിയായിട്ടുള്ള പ്രസ്താവന? ഒന്നാമത്തത് ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യത്തെ ക്രിക്കറ്റ് പരിശീലകനാണ് ആര്? ദേശ് പ്രേം ആസാദ്. ശരിയാണ്. മികച്ച പരിശീലകർക്ക് കൊടുക്കുന്ന അവാർഡാണ് ഇത് ദ്രോണാചാര്യ അവാർഡ് എന്ന് പറയുന്നത്. ആദ്യമായിട്ട് ലഭിച്ചത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ON നമ്പ്യാർക്കാണ്. ക്രിക്കറ്റിൽ ആദ്യമായിട്ട് ലഭിച്ച ആർക്കാന്ന് വെച്ചാൽ ആരാ? ദേശ് പ്രേം ആസാദിനാണ്. രണ്ടാമത്തത് അർജുൻ അവാർഡ് നേടിയ ആദ്യത്തെ ക്രിക്കറ്റ് താരമാണ് സലീം ദുറാനി. ദുറാനി. അർജുൻ അവാർഡ് നേടിയ ആദ്യത്തെ ക്രിക്കറ്റ് താരമാണ് ആര്? സലീം ദുരാനി. അതെന്താണ് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. മൂന്നാമത്തത് രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം ലഭിച്ച ആദ്യത്തെ ക്രിക്കറ്റ് താരമാണ് ആര്? സച്ചിൻ ടെണ്ടുൽക്കർ. ശരിയാണ്. ഒളിമ്പിക്സിൽ ടെന്നീസിൽ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ താരമാണ് ആര്? ലിയാൻഡർ പേസ്. 4 പ്രസ്താവനകളും ശരിയാട്ടോ. 4 പ്രസ്താവനയും പഠിച്ചു വെക്കുക. 4 പ്രസ്താവനയും ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. 74 തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന ഏതാന്ന് കണ്ടെത്തുക. തെറ്റായ പ്രസ്താവനയാണ്. 1 ദ്രോണാചാര്യ പുരസ്കാരം നൽകി തുടങ്ങിയ വർഷം 1985-ലാണ്. രണ്ടാമത്തത് അർജുൻ അവാർഡ് നൽകി തുടങ്ങിയ വർഷം 1962-ലാണ്. 3 ധ്യാൻചന്ദ് പുരസ്കാരം നൽകി തുടങ്ങിയ വർഷം 2002-ലാണ്. നാലാമത്തത് രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാരം നൽകി തുടങ്ങിയ വർഷം 2010-ലാണ്. ഇതിൽ ഏതൊക്കെ പ്രസ്താവനകളാണ് തെറ്റായിട്ടുള്ളതെന്ന് കണ്ടെത്തുക. ഏതൊക്കെയാ തെറ്റായിട്ടല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞല്ലേ? ഒന്നാമത്തത് ദ്രോണാചാര്യ പുരസ്കാരം നൽകി തുടങ്ങിയ വർഷം 1985-ലാണ്. ശരിയാണ്. ദ്രോണാചാര്യ അവാർഡ് നൽകി തുടങ്ങിയ വർഷം ഏതാ? 1985-ലാണ്. രണ്ടാമത്തത് അർജുൻ അവാർഡ് നൽകി തുടങ്ങിയ വർഷം 1962-ലാണ്. തെറ്റാണ്. അർജുൻ അവാർഡ് നൽകി തുടങ്ങിയ വർഷം 1961 മുതലാണ്. 1961 മുതലാണ് അർജുൻ അവാർഡ് നൽകി തുടങ്ങിയത്. 62 അല്ല, 61. ധ്യാൻചന്ദ് പുരസ്കാരം നൽകി തുടങ്ങിയ വർഷം 2002-ലാണ്. ശരിയാണ്. ധ്യാൻചന്ദ് പുരസ്കാരം എന്ന് മുതല 2002 മുതലാണ്. ഇനി രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാരം നൽകി തുടങ്ങിയ വർഷം 2010-ആണ്. തെറ്റാണ്. എന്ന് മുതല 2009 മുതലാണ്. 2009 മുതലാണ്. അപ്പോൾ ഏതൊക്കെയാ തെറ്റ്? 2ഉം 4ഉമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ. ഓർത്തു നോക്കുക. ദ്രോണാചാര്യ അവാർഡ് നൽകി തുടങ്ങിയ വർഷം 1985, അർജുൻ അവാർഡ് 1961, ധ്യാൻചന്ദ് പുരസ്കാരം 2002, രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാരം 2009. ഇനി 75ാമത്തെ ചോദ്യം, അവസാനത്തെ ചോദ്യമാണ്. ആദ്യമായിട്ട് CK നായിഡു പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ലാല അമർനാഥ്. രണ്ടാമത് ദ്രോണാചാര്യ ആദ്യം നേടിയ വ്യക്തിയാണ് ON നമ്പ്യാർ. 3 പ്രഥമ രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് കർണം മല്ലേശ്വരി. 4മത്തത് അർജുൻ അവാർഡ് നേടിയ ആദ്യത്തെ ഹോക്കി താരമാണ് സലീം ദുറാനി. ഇതിൽ ഏതൊക്കെയാണ് ശരി അല്ലാത്ത പ്രസ്താവന? ഓപ്ഷൻ നോക്കുക. ശരി അല്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ശരിയല്ലാത്ത പ്രസ്താവനകൾ? ഒന്നാമത്തെ നോക്കാം. ആദ്യമായിട്ട് CK നായിഡു പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ലാല അമർനാഥ്. ശരിയാണ്. രണ്ടാമത് ദ്രോണാചാര്യം ആദ്യം നേടിയ വ്യക്തിയാണ് ON നമ്പ്യാർ. പ്രഥമ രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് കർണം മല്ലേശ്വരി. തെറ്റാണ്. ആർക്കായിരുന്നു? വിശ്വനാഥൻ ആനന്ദിനാണ് ആദ്യമായിട്ട് രാജീവ് ഗാന്ധി ഖേൽരത്ന ലഭിക്കുന്നത്. 4മത് അർജുൻ അവാർഡ് നേടിയ ആദ്യത്തെ ഹോക്കി താരമാണ് സലീം ദുറാനി. തെറ്റാണ്. ക്രിക്കറ്റ് താരമാണ് ആര്? സലീം ദുറാനി. ഇവിടെ ഹോക്കി എന്ന് ഓർത്തിരിക്കുന്നത് തെറ്റാണ്. അപ്പോൾ 3ഉം 4ഉമാണ് ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ. ഓപ്ഷൻ A ആണ്. 3ഉം 4ഉമാണ് തെറ്റ്.